10-12 കൊല്ലേ ദുബായിൽ കിടന്നിട്ടേ ഷെയ്ക്കിന്റെ ഈ കാര്യങ്ങളൊക്കെ അയാളുടെ അണ്ടറിലൊക്കെ നിന്നിട്ട് ഞാനിവിടെ പണിയെടുത്തുകൊണ്ട് ഉണ്ടാക്കി വെച്ച കാശ് കൊണ്ട് 2 നില വീട് കൊടുത്തു. അതിന്റെ മുമ്പിൽ ഞാനൊരു ബോഗമില്ല പിടിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ സംഭവിച്ചത്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അതൊന്നും വേണ്ടാന്ന്. നല്ല ഭംഗിയുള്ള ഓർക്കിഡും കുറച്ച് റോസാ ചെടികളും കുറച്ച് തുളസിയും കുറച്ച് മുല്ലയ്ക്കാണെങ്കിൽ എന്ത് ഭംഗി. ഇതാ പറഞ്ഞത് നിനക്ക് തലക്ക് വെളിവില്ലാന്ന്. 2 നില വീട് പണിതതിന് മുമ്പിൽ നമ്മൾ അവിടെ ഒരു ബോഗമില്ല പിടിപ്പിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ് ഞാൻ ഈ ദുബായ്ക്കാരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. വേറെ വല്ല പെമ്പിള്ളേരെ പോയി നോക്കി എന്തെന്ന് ഇതാ പറഞ്ഞ എന്തെങ്കിലും പറഞ്ഞ അപ്പൊ തന്നെ പിണങ്ങാം. ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞ എനിക്ക് ഇതുപോലത്തെ ഒരു പെണ്ണിനെ വേണ്ടാന്ന് എന്റെ അച്ഛനമ്മോട് ഞാൻ പറഞ്ഞാണ്. നിങ്ങൾ ഇതിനെ പറയുള്ളൂ, നിങ്ങൾ ഇങ്ങനെ പറയുള്ളൂ. നിങ്ങൾ ഈ അവസാന നിമിഷത്തിൽ വേണ്ട ഞാൻ ഇതാണ് ഇതൊക്കെയാണ് നിന്റെ സ്വഭാവം. ഇതുകൊണ്ടാണ് എനിക്ക് നിന്നെ ഇഷ്ടമല്ലാന്ന് പറയുന്നത്. മനസ്സിലായില്ലേ നിനക്ക്? സംഭവം എന്താണ് സംഭവം? ഞങ്ങൾക്കൊരു വിഷയമില്ല. ഞങ്ങള് രണ്ടാളും ചേച്ചി ഞാനൊക്കെ സാരിയൊക്കെ ചുറ്റും ഞാൻ മുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. നീ നിന്റെ കാര്യം നോക്കി പോയി. നീ പോയി വിട്ടുപോയി അത് ചെല്ല നീ പോ. ഈ മനുഷ്യൻ എന്നും രാവിലെ വന്നത് ഇങ്ങനെ വന്ന് നോക്കിക്കൊണ്ട് പോകും. ഇവിടെ അടുക്കളയിൽ കംപ്ലീറ്റ് ഭക്ഷണ സാധനങ്ങൾ എടുത്ത് കഴിക്കും. ഇയാളാ? ഇവനാ? അതെ, ഈ സുഭദ്ര ഇവൻ തന്നെ. എന്റെ പൊന്നുമോള അങ്ങനെയാണ് ഇപ്പൊ ആകെ പ്രശ്നമുള്ള. മനുഷ്യനെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഊണയ്ക്ക് വന്നപ്പോ അവിടെ മീൻകറി ഉണ്ടായിരുന്നില്ല. നീ ചാളക്കറി വെച്ചില്ലേ? അതുകൊണ്ടാണ് ആ കൽച്ചട്ടിയിലെ സാധനം കാണാണ്ടിരുന്നത്. ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ. അപ്പൊ നമുക്കൊരു ആൾക്കാരുണ്ട് ഈ ഭൂലോകത്ത്. നമുക്കൊരു കാര്യം ചെയ്യുന്ന നമ്മളെ കലച്ചട്ടിയിലേ നമുക്കൊരു പറ്റിക്കാം. നമുക്ക് ആ കലച്ചട്ടിയിലുണ്ടല്ലോ, നമ്മുടെ കലച്ചട്ടി, മീൻ വയ്ക്കുന്ന കലച്ചട്ടിയില്ലേ, നമുക്ക് അതിനകത്ത് കുറച്ച് പശുവിന്റെ ചാണകം എടുത്ത് വാരിയിടാം. ചാണകം വാരിയിടാം. ചാണകാണെന്ന് അറിയാൻ നമുക്ക് കഴിക്കൂലല്ലോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പാലൊഴിക്കാം. കുറച്ച് കിസ്മസ്, കുറച്ച് കശുവണ്ടി പരിപ്പ്, കുറച്ച് ഐസ്ക്രീം, എന്നിട്ട് എല്ലാം കൂടി ഇട്ടിട്ട് ഇളക്കിയിട്ട് അതിന്റെ മുകളിൽ നമ്മളൊരു ചെറുപ്പഴം കൊണ്ടുനാട് വെക്കാം. ഇവൻ വന്നിട്ട് ചാളക്കര എന്ന് പറഞ്ഞാൽ ആ സാധനം എടുത്ത് കുടിച്ചോളൂ. എന്തിനാ അവനെടുത്ത് കുടിക്കാൻ പോണത്? എനിക്ക് എന്താ പോരെ, ഞാൻ കഴിച്ചോളൂ. നീയാ ഇത്രയും നല്ലൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ വല്ല കണ്ണി കണ്ട ആൾക്കാർക്ക് കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇതാണ് പറയുന്നത്. നിനക്ക് വിവരമില്ലെന്നാ പറയുന്നത്. അവനെ കുടിപ്പിക്കാനുള്ള സാധനം നീ കുടിക്കണ്. ഇതാണ് എന്താണ് താൻ ഇവിടെ ഒന്ന് ഒളിഞ്ഞു നോക്കിക്കൊണ്ട് പോണ കേസ് എന്താണ്? താൻ ഇവിടെ ഒന്ന് ഒളിഞ്ഞു നോക്കിക്കൊണ്ട് പോലെ ഞാനത് കണ്ടാലേ. എന്റെ പൊന്നു ചേട്ടാ, ഇയാളുടെ സ്ഥിരം പരിപാടിയാണ് ഇത്. ചേട്ടൻ ഇല്ലാത്ത നേരം നോക്കി ഇതുപോലെ വന്ന് ഈ ജനലിന്റെ അവിടെ ഇങ്ങനെ വന്ന് നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ ആരാന്ന് നിനക്കറിയാമോ? എടാ, ഞാനും എന്റെ പെമ്പറത്തെയും ഇവിടെ നിൽക്കുന്ന സമയത്ത് നീ വന്ന് ഒളിഞ്ഞു നോക്കേണ്ട കേസ് എന്താണത്? ഞങ്ങള് കണ്ട് ഞാൻ കണ്ടു. കണക്കായി പോയി. നിങ്ങൾ ഭാര്യഭർത്താവല്ലേ? നിങ്ങൾ ഒരു വീടിന്റെ മുറ്റത്ത് നിൽക്കണം, ഇച്ചിരി മാന്യമായിട്ട് നിൽക്കണം. ഞങ്ങൾക്ക് എന്താ മാന്യത കുറവെന്ന്? ഞാൻ മുണ്ട് കൊടുത്തേക്കണോ സാരി കൊടുത്തേക്കണം? അങ്ങനെയല്ല പറഞ്ഞത്. നിങ്ങൾ ഇവിടെ കാണിച്ചത് എന്ത് വൃത്തിയാണ്? ഇവിടെ കാണിച്ചു ഞങ്ങൾ എന്ത് വൃത്തിയാണ് കാണിച്ച്? നിങ്ങൾ കാണിച്ച വൃത്തിയാണ് ഞാൻ ഇവിടെ നിന്ന് കണ്ടതാ കേട്ടോ. എന്തെന്ന്? നിങ്ങൾ ഇപ്പൊ ഇവിടെ നിന്ന് കാണിച്ച വൃത്തിയാണ് ഞാൻ കണ്ടത്. കാണിച്ചില്ലേ നിങ്ങള്? ഞങ്ങൾ എന്ത് കാണിച്ചു പറയുന്നത്? ഞങ്ങൾ ഒരു വൃത്തിയാണ് കാണിച്ചിട്ടുള്ളത്. കള്ളം പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യക്ക് ഇപ്പൊ ഉമ്മ കൊടുത്തില്ലേ? ഞാൻ ഉമ്മ കൊടുത്തിട്ടില്ല. കൊടുത്തില്ലേ? ഞാൻ കൊടുത്തിട്ടില്ല. ഉമ്മ കൊടുത്തത് എന്റെ ഉമ്മ കൊടുത്തില്ല. നിങ്ങൾ ഉമ്മ കൊടുത്ത എന്റെ 2 കണ്ണോട് കാണാൻ. നിങ്ങൾ അവിടെ നോക്കിയാൽ കാണാനേ. ഇവിടെ മാറി കാണാം. സുഭദ്ര ഒന്ന് പരീക്ഷിക്കാം നമുക്ക്. നമ്മൾ ഈ വീടിന്റെ മുറ്റത്ത് നമ്മൾ ഉമ്മ കൊടുത്തെന്നുള്ള ഇയാൾ പറയുന്നത്. നമുക്കൊന്ന് പരീക്ഷിക്കാം. എന്റെ ചേട്ടാ, ചേട്ടനെ കണ്ട എത്ര നാളായി. ചേട്ടാ എവിടെയായിരുന്നു കേട്ടോ? നോക്കാൻ പോയിരിക്കാ. പിന്നെ സുഭദ്രേ, നേരാടി അവിടെ നിന്ന ഉമ്മ വെക്കണ പോലെ തോന്നും. യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കോട്ടയം ചങ്ങനാശ്ശേരി പന്തളം വഴി പോകുന്ന സൂപ്പർ ഡീലക്സ് എക്സ്പ്രസ് ഉടനെ തന്നെ സ്റ്റാൻഡിൽ നിന്നും 100 സ്റ്റാൻഡ് വിട്ട് പോകുന്നതായിരിക്കും. സാറേ, ഞാൻ വേറെ ചോദിച്ചിട്ടെ, ഇവിടുന്ന് കുറ്റിപ്പുറത്തേക്ക് വണ്ടി ഉണ്ടോ? കുറ്റിപ്പുറത്തേക്കോ? എടാ, ഈ വണ്ടി വല്ലപ്പോഴൊക്കെ കുറ്റിപ്പുറത്ത് കയറും. എന്തു കിരണങ്ങൾ ഒളിവീശില്ല രജനി അവളുടെ രാവൾ ഞാൻ ചേട്ടനോടൊന്നും ചോദിച്ചില്ല. ഞാൻ KSRTC ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. KSRTC ശരിയല്ല. എന്താ ശരിയല്ലെന്ന് പറഞ്ഞാൽ എന്താണ്? KSRTC ശരിയല്ല. ചേട്ടന് മാത്രമേ ഒന്നുള്ളൂ. ഞങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടല്ലോ. ഇത് KSRTC കറക്റ്റ് ആണെന്ന്. കേരള റോഡ് ട്രാൻസ്പോർട്ട് അമ്മേ, കേരള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ശരിയല്ല. ഇയാളെന്താ മരിക്കാൻ പോണ്ടത്?
കണ്ട കൈരളിയാ ഏ കളരിയാ. ഈ കേരള ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ശരിയല്ലെന്ന് ചേട്ടൻ കേരള റോഡ് KSRTC. KSRTC. നീ അതെ SIയുടെ പോലെ KSRTC എന്ന് പറഞ്ഞാൽ തല്ലടാ. അത് നീ തല്ലടാ. മാറിക്കേട്ടാ ചേട്ടൻ ഞങ്ങൾ കൊണ്ടുപോയില്ല. കാരണം വെച്ചാൽ KSRTC എന്ന് പറഞ്ഞ സംഭവം നല്ല ഒരു സംഭവമാണ്. കേരളത്തിലെ നാനാ ഭാഗത്തേക്കും വണ്ടിയുള്ള സ്ഥലമാണ് KSRTC. താടിയുള്ള എന്റെ അഹംഭാവമാണ് ഞാൻ. ആ താടി ഉണ്ട്, എന്റെ അമ്മാവത്തില് എനിക്കുണ്ട്. എടാ KSRTC കേരള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. ഈ KSRTC ശരിയാണെന്ന് പറയാൻ താനാരാണ്? ഞാൻ KSRTCയിലെ ആ, കണ്ടക്ടർ. നല്ല മര്യാദക്ക് പറയാം. കള്ളു കുടിച്ചിട്ട് പറയില്ല. KSRTCയിലെ കണ്ടക്ടർ. എടാ കള്ളു കുടിച്ചത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു. വ്യക്തമായിട്ടെന്ന് പറഞ്ഞു. ആ ഇതാണ് തന്റെ കുഴപ്പം. താൻ കള്ളു കുടിച്ചാൽ അലമ്പായിട്ട് നടക്കാണ്. താൻ KSRTCയിലെ കണ്ടക്ടർ എന്ന് പോലും കറക്റ്റായിട്ട് പറയുന്നത് എന്നെ കൂടെ പറ്റണല്ലോ. എടാ KSRTCയിലെ ഞാൻ ആള് ടിക്കറ്റ് കൊടുക്കണ. മനസ്സിലായി. അത് വേണ്ട, ഞാൻ ടിക്കറ്റ് കൊടുക്കണ ആള് ടിക്കറ്റ് കൊടുക്കണ ആള് അങ്ങനെ കണ്ടക്ടർ. പക്ഷേ KSRTC ശരിയല്ല. KSRTC ശരിയല്ലേ? കേരള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ശരിയല്ല. നമ്മുടെ സർക്കാരിന്റെ വണ്ടിയാണ് KSRTC. ഈ KSRTC ശരിയല്ല. താനെന്താ ഇങ്ങനെ അത് പറയാനുള്ള കാരണം എന്താണ്? മോനെ ഞാൻ ടിക്കറ്റ് കൊടുത്തു. ഞാൻ ടിക്കറ്റ് കൊടുത്തു. എന്റെ അമ്മനാണ് അച്ഛനാണ് ടിക്കറ്റ് കൊടുത്തു. ടിക്കറ്റ് കൊടുത്തു. പിന്നാണ് ടിക്കറ്റ് കൊടുത്തു. പൈസ വാങ്ങിച്ചു. പൈസ മേടിച്ചു. പൈസ ഗവൺമെന്റിന് കൊടുത്തു. അതിനെന്നെ താൻ ടിക്കറ്റ് മേടിച്ചു. അയ്യപ്പസ്വാമി താൻ വണ്ടി കയറി ടിക്കറ്റ് കൊടുത്ത് സസ്പെൻഡ് ചെയ്തു. ഒരൊറ്റ കാര്യത്തിന് സസ്പെൻഡ് ചെയ്തു. എടോ തന്നെ സസ്പെൻഡ് ചെയ്യണേ. താൻ ടിക്കറ്റ് കൊടുത്ത് ആ കാശ് മേടിച്ച് അത് കോർപ്പറേഷൻ കൊടുത്തു. പിന്നെ തന്നെ എന്തിനാ സസ്പെൻഡ് ചെയ്യേണ്ട കാര്യം എന്താണ്? ഐ കാൻ ബിലീവ് ഇറ്റ്. നോട്ട് പ്രോബ്ലം. ഐ കാൻ നോ പ്രോബ്ലം ബിലീവ് ഇറ്റ്. മലയാളത്തിൽ പറയാത്. എന്ന് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവൂല. ഇംഗ്ലീഷാ. മിനിമം വിദ്യാഭ്യാസ യോഗ്യത വേണം. എനിക്കത് ഇത്തിരി കുറവാണ്. ചേട്ടൻ അതുണ്ടല്ലോ. നീ വെള്ളമടിച്ചിട്ടുണ്ടോ? ചേട്ടനാ വെള്ളമടിച്ചാണ്. ഞാൻ വെള്ളമടിച്ചിട്ടില്ല. ചേട്ടനാ വെള്ളമടിച്ചാണ്. ഇവിടെ അടണ്ട് ഒന്ന് പിടിച്ചേക്ക് അവിടേക്കൊന്ന്. അത് നീ ചെറുതടിച്ചിട്ടുണ്ട്. എനിക്കറിയാം. എടാ KSRTC കേരള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ശരിയല്ല. ശരിയല്ല എന്ന് പറയുന്നത്. കേരള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ശരിയാണത്. ടിക്കറ്റ് കൊടുത്തു. പൈസ വാങ്ങിച്ചു. കോർപ്പറേഷന് കൊടുത്തു. ഞാൻ ചെയ്തത് തെറ്റാണോ? ചേട്ടൻ വണ്ടിയിൽ കയറി കേരള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ്സിൽ കയറി ടിക്കറ്റ് കൊടുത്തു. ആ കാശ് കോർപ്പറേഷൻ കൊടുത്തു. പിന്നെ എന്താണ് ഇവിടെ തെറ്റ്? ചേട്ടൻ എന്തിനാ പിന്നെ സസ്പെൻഡ് ചെയ്യാനുള്ള കാരണം എന്നത്? അസംബ്ലി എന്നെ എന്ത് സസ്പെൻഡ് ചെയ്തു? സസ്പെൻഡ് ചെയ്തു. അതെന്താണ് കാരണം? എന്താണത്? KSRTC ശരിയല്ല. ചേട്ടാ KSRTC ശരിയാണ്. KSRTCക്ക് യാതൊരു കുഴപ്പമില്ല. ഞാൻ ടിക്കറ്റ് കൊടുത്തു. പൈസ മേടിച്ചു. കോർപ്പറേഷൻ കൊടുത്തു. അത് കോർപ്പറേഷന് കൊടുക്കണമല്ലോ. അത് ചേട്ടന് ടിക്കറ്റ് എന്ന സർക്കാരല്ലേ? സർക്കാരിന് ആ കാശ് മേടിച്ചിട്ട് ചേട്ടൻ കോർപ്പറേഷനിൽ ഇങ്ങനെ കാശ് തിരിച്ചടക്കേണ്ടത് തെറ്റാണോ? തെറ്റല്ലത്. അത് കറക്റ്റാണ്. പിന്നെ എന്തിനാണ് ചേട്ടൻ സസ്പെൻഡ് ചെയ്തത്? മോനെ ഞാൻ നിന്നോട് സത്യസന്ധമായിട്ട് തുറന്നു പറയാം. പറഞ്ഞോ. ഇതൊന്ന് മരിക്കാൻ പോണ കാര്യം പറയത്. ശ്വാസം മുട്ടിട്ട് അമ്മനെ വിളിച്ചാടാ. പറഞ്ഞോ, കാര്യം പറ. ടിക്കറ്റ് കൊടുത്തു. ടിക്കറ്റ് KSRTC ശരിയല്ല. ടിക്കറ്റ് കൊടുത്തു. ടിക്കറ്റ് കൊടുത്തു. പൈസ വാങ്ങിച്ചു. പൈസ മേടിച്ചു. കോർപ്പറേഷൻ കൊടുത്തു. എന്താണ് തെറ്റ്? ഞാൻ ചെയ്തത് തെറ്റാണോ? ഇല്ല, ചേട്ടൻ ചെയ്തത് തെറ്റല്ല. അതിനെന്നെ സസ്പെൻഡ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ ടിക്കറ്റ് കൊടുത്ത് കാശ് മേടിച്ച് കോർപ്പറേഷൻ തിരിച്ചേൽപ്പിച്ചു. അപ്പൊ ചേട്ടൻ സസ്പെൻഡ് ചെയ്ത് KSRTC ശരിയല്ല. ഞാൻ പറഞ്ഞു നിനക്ക് അറിയേണ്ട സംഭവം. ഞാൻ പൈസ മേടിച്ചു. ടിക്കറ്റ് കൊടുത്തു. KSRTC കേരള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. എല്ലാ കോർപ്പറേഷനും ഒന്നല്ലേ വിചാരിച്ചിട്ട് ഞാൻ ആ കാശ് കൊണ്ട് ബിവറേജ് ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുത്തു. എവിടെ കൊണ്ടേ കൊടുത്തു? ബിവറേജ് കോർപ്പറേഷനിൽ കൊണ്ട് കൊടുത്തു. ഇവിടെ വന്നേ തെണ്ടി. ബിവറേജ് കോർപ്പറേഷനിൽ കൊണ്ടേ കൊടുത്താ നിന്നെ സർവീസ് സസ്പെൻഡ് ചെയ്താ പോലെ പിരിച്ചു വിടുന്നതിനൊക്കെ. ഇതാണ് ഞാൻ പറഞ്ഞത്. KSRTC ശരിയാണ്. എനിക്കൊരു സസ്പെൻഷൻ ആവശ്യമാണ്.